ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ അറേബ്യൻ ഡെസേർട്ടായിട്ടുള്ള ഗുനാഫ ഡോ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഗുനാഫ ഡോ പലർക്കും എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല, അതേപോലെ തന്നെ കിട്ടിയാൽ ഭയങ്കര റേറ്റും ആയിരിക്കും. അപ്പോൾ പലരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു റെസിപ്പി ആയിരിക്കും ഗുനാഫ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സാധനമാണ് ഗുനാഫ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വീട്ടിലുള്ള മൈദ, കോൺഫ്ലവർ സാധനങ്ങൾ മാത്രമാണ്. 3 സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ റൂൾസ് എന്താണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്ററിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ഈ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിൽ തന്നെ കാണിക്കുന്നത്. ആദ്യം നമുക്കിതിലോട്ട് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്ന സമയത്ത് ആ ഒരു കപ്പ് ലെവൽ ചെയ്തിട്ട് എടുക്കാം, എന്നാൽ ആ ഒരു ഡോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ഡോ ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നാലേ നമ്മുടെ ഡോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് റെഡി ആയിട്ട് വരില്ല. ഞാനിത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഗുനാഫ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ കൂടെ നാളെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡോക്ക് അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വരും. അപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം, ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അരിച്ചെടുത്തോളൂ. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് അളവിൽ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ടിയിട്ട് പോവും, അല്ലാന്നുണ്ടെങ്കിൽ ലൂസായിട്ട് പോവും. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് നന്നായിട്ട് അരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്നുകിൽ നമ്മളതൊരു പൈപ്പിംഗ് ബാഗിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയുടെ അടുപ്പിലൊരു ഹോൾസ് ഇട്ടിട്ട് അങ്ങനെയോ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടണം. അപ്പോൾ പൈപ്പിംഗ് ബാഗാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണ്ടവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആ മാവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക, ഒട്ടും ഹൈയിൽ വെക്കേണ്ട. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചുറ്റിച്ച് കൊടുക്കുക. ആദ്യത്തെ ഒരു 2-3 പ്രാവശ്യം നമുക്കൊരു ഇച്ചിരി കട്ടിയിലായിരിക്കും ഡോ കിട്ടുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കുറച്ച് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു രീതി മനസ്സിലാവും. അപ്പോൾ നമ്മൾ വളരെ കുഞ്ഞായിട്ട്, എത്രത്തോളം കുഞ്ഞായിട്ട് നമ്മൾ ഈ ഒരു ഡോ ഉണ്ടാക്കുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഗുനാഫ നമുക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒട്ടും അങ്ങനെ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് പ്രസ് ചെയ്യാണ്ടിരുന്നാൽ വളരെ ലോ ആയിട്ട് കുഞ്ഞായിട്ടേ ഇത് വരുള്ളൂ. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ വലിയ റൗണ്ട്സ് ആയിരിക്കും കിട്ടുക. ഇതേപോലെ ഒട്ടും പ്രസ് ചെയ്യാണ്ട് ചുമ്മാ ഒന്ന് കറക്കി കൊടുത്താൽ മതി. നമ്മൾ ഹോൾസ് ഇട്ട കാരണം അത് ആ ഒരു രീതിയിൽ തന്നെ വന്നോളും. നമ്മൾ ഈ ഒരു ഡോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും അത് റെഡി ആയിട്ട് കിട്ടും. നമുക്ക് പെട്ടെന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആ ഒരു മാവ് സെറ്റായതിന് ശേഷം, അതായത് ഒരു 2-3 സെക്കൻഡിന് ശേഷം അത് റെഡിയാവും. അപ്പോഴേക്കും അത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഒരു ടവൽ വെച്ചിട്ട് മൂടി കൊടുക്കുക. ഞാനിതിപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഏകദേശം ഇത്രയും ഡോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ടവൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇനിയും ഒരു 1/4 ഭാഗം മാവ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്രയും ഉണ്ടാക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്തെടുക്കുക. കുറച്ച് അധികം നേരം അതൊന്ന് കുക്കാവാൻ, അതായത് എല്ലാം കൂടെ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. കുക്കാവാൻ പെട്ടെന്ന് കുക്കാവാൻ 2-3 സെക്കൻഡിനുള്ളിൽ നമുക്കത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. എനിക്കിപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡോ കൂടെ സെറ്റ് ചെയ്ത് വെക്കാറാണ് ചെയ്യാറുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 1 മന്ത് എങ്കിലും നമ്മളിത് ഫ്രീസറിൽ അടച്ചുറപ്പുള്ള ഒരു സിപ്പ് ലോക്ക് ആയിട്ടുള്ള ബാഗിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 മന്ത് വരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഈ ഒരു ഗുനാഫ ഡോ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും സക്സസ് ആവും. ഈ ഒരു ഡോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ.